മാങ്ങാക്കാലത്ത് ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഉണ്ടാക്കാനാണ് അല്ലേ? നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. പഞ്ചസാര മാങ്ങയുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയേ. നന്നായിട്ടൊന്ന് തിളച്ച് തിക്കായിട്ട് വരുന്ന സമയത്ത് പുളിക്ക് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് ഇതുപോലെ തിക്കായി വന്നതിന് ശേഷം ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് നിരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കുറച്ചുകൂടി തിക്കായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. പിന്നെ ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് പരത്തിയെടുത്താലും നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഞാനിത് ഒരു 1.5 ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഉണക്കി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് ഇതുപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ പഴുത്ത മാങ്ങയൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. മാങ്ങ തരാന്ന് പറയും നമ്മൾ മലയാളികൾ. ഇനി ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ ആമ്പപ്പട് എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത്. പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു മിഠായി അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേ.